എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബാംഗ്ലൂരിലുള്ള ഇസ്കോൺ ടെമ്പിൾ സന്ദർശിച്ചതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. അപ്പോൾ ഇസ്കോൺ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലെ രാജാജി നഗർ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ടെമ്പിളാണ്, കൃഷ്ണ ടെമ്പിളാണ് ലോകത്തിലെ തന്നെ ഇസ്കോൺ ടെമ്പിൾ. അപ്പോൾ നമ്മളിവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ടൈമിങ്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 9:30 AM to 12:30 PM വരെയാണുള്ളത്. അതുപോലെ തന്നെ വൈകുന്നേരം 4:15 മുതൽ 8 മണി വരെയാണ് ഇതിൻ്റെ ദർശന ടൈം എന്ന് പറയുന്നത്. അതുപോലെ സാറ്റർഡേ ആൻഡ് സൺഡേ ടൈമിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. സാറ്റർഡേ ആൻഡ് സൺഡേ 9:30 AM to 8 PM വരെയാണ് ഇതിൻ്റെ ദർശന ടൈമിംഗ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ സന്ദർശിക്കുമ്പോൾ മനസ്സിലാവും, കാരണം അവർ സ്ട്രിക്റ്റ് ആയിട്ട് COVID-19 പ്രോട്ടോകോൾസ് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് എത്താനുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് മെട്രോ സർവീസ് ഇവിടെ നിയർ ബൈ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് 2 കിലോമീറ്റർ അടുത്താണ്, യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ എയർപോർട്ട് 30 കിലോമീറ്റർ അപ്പാർട്ടാണ് എയർപോർട്ട്, കെമ്പഗോഡ എയർപോർട്ട്. അപ്പോൾ കൃഷ്ണ രാധ ഡിവോട്ടീസ് മാത്രമല്ല ഇവിടെ വരുന്നത്, ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഗൈഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിവിടെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ഗൈഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇവർ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം തന്നെ ഓരോ ബോർഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ ബോർഡ്സും അതുപോലെ തന്നെ സൈൻ ബോർഡ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും കൺഫ്യൂസ്ഡ് ആവില്ല. അതുപോലെ തന്നെ ഇവരുടെ ഹിസ്റ്ററി എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് കൺസ്ട്രക്ട് ചെയ്തതും ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ ഇയറിൽ നടന്നിരുന്ന കൺസ്ട്രക്ഷനും അതുപോലെ എല്ലാ കാര്യങ്ങളും തന്നെ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് 1997 ബാംഗ്ലൂരിൽ ഈ ഇസ്കോൺ ടെമ്പിൾ ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നടക്കുന്ന മെയിൻ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ അമ്പലം ആയതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, രാമനവമി, അതുപോലെ തന്നെ നരസിംഹ ജയന്തി, അങ്ങനെ കൃഷ്ണ റിലേറ്റഡ് എല്ലാ ഫെസ്റ്റിവൽസും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷമാണ് കേട്ടോ നമുക്ക് അമ്പലത്തിലേക്കുള്ള എൻട്രി പോസിബിൾ ആവുന്നത്. അപ്പോൾ ഇവിടെ COVID-19 പ്രോട്ടോകോൾസ് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് അവർ ഒബേ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ 3 സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ടൈമിലും നമുക്ക് ടെമ്പറേച്ചർ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവർ നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ ഈ ഇസ്കോൺ ടെമ്പിളിൻ്റെ മെയിൻ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ മെസ്സേജസ് വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്കോൺ ടെമ്പിളിൻ്റെ മെയിൻ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് 1997 ഇനാഗുറേറ്റ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഡിസൈനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് 1990. ഇത് കൺസ്ട്രക്റ്റ് ചെയ്തത് ശ്രീ മധു പണ്ഡിത് ദാസ എന്നൊരു ആർക്കിടെക്റ്റാണ്. അത് ഇസ്കോൺ ബാംഗ്ലൂർ സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം. ഇത് കൺസ്ട്രക്ഷൻ എല്ലാം നടത്തിയത് അദ്ദേഹമാണ്. ഹീസ് എ ക്വാളിഫൈഡ് സിവിൽ എഞ്ചിനീയർ ഫ്രം IIT മുംബൈ. അപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. എന്നാലും ഞാൻ കഴിവതും മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ്ങും അതുപോലെ തന്നെ ഒരുപാട് സെക്യൂരിറ്റീസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഫോട്ടോസ് എല്ലാം എടുക്കാനായിട്ട്.
അപ്പൊ നമുക്ക് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. മിക്ക ദിവസങ്ങളിലും നമുക്ക് അറിയാൻ കഴിഞ്ഞത് മിക്ക ദിവസങ്ങളിലും അവിടെ സംഗീത കച്ചേരികളൊക്കെ നടക്കുന്നുണ്ട്. ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസെൻഷ്യൽ സർവീസസ് എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ATM സർവീസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ബുക്സ് വിൽപ്പനയ്ക്കായിട്ട് വച്ചിട്ടുണ്ട്. കൃഷ്ണ റിലേറ്റഡ് ബുക്സും ഉണ്ട്, അല്ലാത്ത ബുക്സും ഉണ്ട്. അപ്പോൾ ഈ ഇസ്കോൺ ടെമ്പിളിൻ്റെ ഫുൾ ഹിസ്റ്ററി എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്നവർക്കൊന്നും ഒരു ഡൗട്ടും ഉണ്ടാവില്ല, നമുക്കൊരു പ്രത്യേകിച്ച് ഗൈഡിൻ്റെ ആവശ്യമില്ല. നമ്മൾ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതിൻ്റെ കറക്റ്റ് അവരൊരു മാപ്പ് പോലെ കറക്റ്റ് അവർ ഒരു നോട്ടീസ് ബോർഡിലെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇസ്കോൺ ടെമ്പിൾ ചെയ്യുന്ന സർവീസസും എല്ലാ കാര്യങ്ങളും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ആർട്ട് വർക്കാണ് ഇവിടെ ചുമരിലെല്ലാം ആലേപനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ ഒരുപാട് ഫോട്ടോസും അതുപോലെ തന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള പ്രതിമകളെല്ലാം ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷെ എന്നാലും നല്ല ഭംഗിയായിരുന്നു അതെല്ലാം കാണാനായിട്ട്. അപ്പോൾ ഇവിടെയും ഫോട്ടോഗ്രാഫി ഒരുപാട് അലൗഡഡ് ആയിരുന്നില്ല. നമ്മൾ അത് വിൽക്കുന്നവരൊന്നും അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും അവർ സമ്മതിച്ചില്ല. അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് വെറൈറ്റീസ്, സ്നാക്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഇവിടെ ശ്രീകൃഷ്ണൻ്റെ പ്രസാദം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഫ്രീ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം നമ്മളിവിടെ വന്നത് സാറ്റർഡേ ആണ്. ഒരു 4:30 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ക്ഷേത്രത്തിൻ്റെ ഒരുപാട് ഇന്നർ വ്യൂസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ബാംഗ്ലൂരിൽ വരുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വന്നിരിക്കേണ്ട ഒരു ക്ഷേത്രമാണിത്. നല്ലൊരു പീസ്ഫുൾ, നല്ലൊരു ആംബിയൻസ് ആണ് ഈ ക്ഷേത്രം നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അടുത്തായിട്ട് ഞങ്ങൾ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് മസാല ദോശയാണ് കഴിച്ചത്. പനീർ മസാല ദോശയും അതുപോലെ തന്നെ ചീസ് മസാല ദോശയും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടുത്തെ കോഫിയാണ്, വേദിക് കോഫി. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ, ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കോഫി ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫ്ലേവറാണ് ഈ കോഫിക്കുള്ളത്. വേദിക് കോഫി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7 PM ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.